ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് അരിയുണ്ട എന്ന് പറയുന്ന ഒരു സ്നാക്സാണ്. നല്ല മധുരവും നല്ല മണവും ഒക്കെയുള്ള നല്ല ഒരു അടിപൊളി 4 മണി പലഹാരമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിന് മുന്നേ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, അതോടൊപ്പം തന്നെ കമൻ്റ് ഇടുക, പിന്നെ എന്ത് ചെയ്യുക, ലൈക്കും ചെയ്യുക. അപ്പോൾ നിങ്ങൾ കമൻ്റ് ഇടുകയും ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് എന്താണ് കൂടുതൽ അടുത്ത വീഡിയോ ഇടാനുള്ളൊരു പ്രചോദനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം ഈ വീഡിയോ ഒന്ന് കാണാനേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ അടിപൊളി 4 മണി പലഹാരം, കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന, വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഈ 4 മണി പലഹാരം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 ലിറ്റർ അരിയാണ് എടുത്തിട്ടുള്ളത്. 100 ml ഒരു കപ്പിൽ 1 ലിറ്റർ. പിന്നെ 200 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് നാളികേരം ചിരവിയത് വെച്ചിട്ടുണ്ട്. ചെറുതല്ല, എന്നാലും ഒരു മീഡിയം സൈസ്. പിന്നെ നല്ല ജീരകമാണ്, 1.5 സ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല ജീരകത്തിൻ്റെ പൊടി എടുക്കാം കേട്ടോ. പിന്നെ ഒരു 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. പിന്നെ ജഗറി പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ശർക്കര എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആദ്യമായിട്ട് തന്നെ നമ്മുടെ അരിമണി വറുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നല്ല കട്ടിയുള്ള ഒരു ചീനച്ചട്ടി, ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് അരിമണി വറുത്തെടുക്കാം. പകുതിയായിട്ടാണ് വറുത്തെടുക്കേണ്ടത്. അപ്പം ഞാൻ 1 ലിറ്റർ അരിയാണല്ലോ എടുത്തിട്ടുള്ളത്, അതിൻ്റെ പകുതി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കഴുകിയിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പകുതി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ അരി ഒന്ന് നന്നായി ചൂട് പിടിക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, എടുത്ത് വെച്ച ഏലക്കായയിൽ നിന്ന് പകുതി നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നല്ല ജീരകവും പകുതി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ അരി ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. അടിയിലൊന്നും പിടിക്കില്ല, കട്ടിയുള്ള പാത്രമല്ലേ വെച്ചിട്ടുള്ളത്, അപ്പോൾ അടിയിലൊന്നും പിടിക്കില്ല. അങ്ങനെ ഒരു പേടിയൊന്നും വേണ്ട. ഇനി അഥവാ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചാൽ മതി. പക്ഷേ കുറച്ച് ടൈം എടുക്കും വറുത്ത് കിട്ടാനെന്നുള്ളൂ. അപ്പോൾ അതിനൊരു കാര്യം ചെയ്യാം, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ട് ഈ അരി പെട്ടെന്ന് തന്നെ നമുക്ക് വറുത്തെടുക്കാം. ഇത് നല്ല ഒരു സ്നാക്സാണ്. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അരിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഏലക്കായ, 2 ഏലക്കായ ഉള്ളതിൽ ചെറിയ 2 ഏലക്കായ ഇതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ആ സ്കിന്നൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് നല്ല ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും എന്ത് ചെയ്യട്ടെ, ഈ അരിയിൽ കിടന്ന് അതിൻ്റെയോടൊപ്പം തന്നെ നന്നായിട്ട് ചൂടാവട്ടെ. അപ്പോൾ അത് പൊടിയാനത് സഹായകമാവും. അപ്പോൾ നമ്മുടെ അരിമണി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ഇതുപോലെ വലിയൊരു തളികയിലേക്ക് എന്തിട്ടുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടത് നല്ലതുപോലെ ഇളക്കി വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ വിസ്താരത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട്. വീണ്ടും നമ്മുടെ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഞാൻ ആ അരിമണി വറുത്തു കേട്ടോ. വറുത്തിട്ടാണ് ഞാൻ ആ ഒരു തളികയിൽ ഇട്ടിട്ടുള്ളത്, വിടർത്തിയിട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ 200 ഗ്രാം അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ, അത് വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഗീ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യ്, പശുവിൻ്റെ നെയ്യാട്ടോ, അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ 3 സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. 200 ഗ്രാം അണ്ടിപ്പരിപ്പുണ്ടല്ലോ, അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള നെയ്യ് അത് അതിലേക്ക് ഇട്ട് കൊടുത്ത്, ഇനി ഇത് നന്നായിട്ട് മെൽട്ടായി വരുമ്പോഴേ നമുക്ക് എന്ത് ചെയ്തേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് ഈ നെയ്യിൽ ആ അണ്ടിപ്പരിപ്പ് വറുത്ത് എടുക്കണം. നമ്മുടെ അണ്ടിപ്പരിപ്പ് നമുക്ക് ഇതേ നെയ്യിലിട്ടിട്ട് നന്നായിട്ട് വറുത്ത് പോരാം കേട്ടോ. ഇതുപോലെ ഒരു മരത്തിൻ്റെ തവി വെച്ചിട്ട് നമുക്ക് ആക്കുകയാണെങ്കിൽ ഡിസ്റ്റർബൊന്നും ഇല്ലാണ്ട് പെട്ടെന്നാവും. അപ്പോൾ നോക്ക്, നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.
നല്ല റെഡ് കളറായിട്ട് വരുന്നുണ്ട്. ഇത്രയും മതിയാവും. ഇതിന് കൂടുതൽ റെഡ് ആക്കണം എന്നില്ല. ഇത്രയൊന്നും പാകം തന്നെയാണ്. നമുക്കിപ്പോൾ എന്ത് ചെയ്യുക, കോരി മാറ്റാം. ഒരു പാത്രത്തേക്ക് അത് കോരി മാറ്റാം കേട്ടോ. ഇപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് അണ്ടിപ്പരിപ്പിൻ്റെ ഒരു അത് വെന്തത് അതിൽ കിടന്ന് കുക്കായതിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ല്, വറവിൻ്റെ നല്ല സ്മെല്ലായിരിക്കും വരുന്നത്. ഈ സ്മെല്ല് തന്നെ അതിലേക്ക് പൊടിച്ച് ചേർക്കുമ്പോഴും നന്നായിട്ട് ആ സ്മെല്ല് അണ്ടിപ്പുട്ടിയിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ അണ്ടി വറുത്തത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതേ നെയ്യിൽ തന്നെ നമുക്ക് നമ്മൾ ചിരവി വെച്ച ആ ഒരു നാളികേരം ഉണ്ടല്ലോ, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നന്നായിട്ട് ഇതിൽ ഈ നെയ്യിൽ തന്നെ ആ നാളികേരം വറുക്കുകയാണ്. നല്ലതുപോലെ വറുത്ത് ഒരു റെഡ് കളറാവുന്നത് വരെ. നല്ല റെഡ് കളറാവേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ റെഡ് കളറ് ഞാൻ ആക്കുന്നില്ല. അങ്ങനെ ആക്കിയാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ആക്കിയാൽ നല്ലത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഞാൻ നല്ലതായിട്ട് റെഡ് കളർ ആക്കുന്നില്ല. എന്നാലും നല്ലതുപോലെ വറുത്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ വറുത്തെടുത്താൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അരിയുണ്ടക്ക് കേടുകൂടാതെ കുറച്ച് ദിവസങ്ങളിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2-4 ദിവസമൊക്കെ തന്നെ എഴുതിയാൽ ഒരാഴ്ചയൊക്കെയാണ് നമ്മുടെ പച്ച നാളികേരത്തിൽ അരിയുണ്ട തയ്യാറാക്കുമ്പോൾ ഇരിക്കുള്ളൂ. മറ്റേതാവുമ്പോൾ എന്താവും, കുറച്ച് ഒരു 1.5 മാസമൊക്കെ നമുക്ക് കേടുകൂടാതെ അതിൽ കൂടുതലൊക്കെ ആയിട്ട് നമുക്ക് എടുത്തു വെക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ നാളികേരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തേക്ക് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ആ നെയ്യിലായതുകൊണ്ട് തന്നെ ആ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ ബാക്കി വന്ന ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഈ ഒരു നാളികേരത്തേക്ക് പിടിച്ചിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ലൊരു സ്മെല്ലും കഴിക്കാൻ നമുക്ക് പിന്നെയും പിന്നെയും ആഗ്രഹം വരും. അത്ര ഒരു ടേസ്റ്റാണ് അതിന്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അരിമണി വറുത്ത് റെഡി ആയിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നാളികേരം നമ്മൾ നല്ലതുപോലെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, പകുതി പകുതിയായിട്ട് തന്നെ നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാം. പകുതി അരിമണി എന്ത് ചെയ്യാം, മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് നമുക്ക് പകുതി ഇട്ട് കൊടുക്കാം. പകുതി അണ്ടിപ്പരിപ്പ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം 2 പിടി ഈ നാളികേരം വറുത്തത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല തരിതരിപ്പായിട്ട് നമുക്കിത് മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത ആ ഒരു കൂട്ട് ഒരു പാത്രത്തേക്ക് മാറ്റുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കാം. അരിമണി ഇട്ട് കൊടുത്ത് ബാക്കി വന്ന മുഴുവൻ അരിമണി അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ ചെയ്തതുപോലെ 2 പിടി നാളികേരം വറുത്ത് വെച്ചത് അതിലേക്ക് ഇടുന്നുണ്ട്. ബാക്കി നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. നമ്മുടെ പാവ് തയ്യാറാക്കുമ്പോൾ, ശർക്കര പാവ് തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പൊടിച്ച് നമ്മൾ ഈ പാത്രത്തേക്ക് ഇട്ടിട്ടുണ്ട്. ആ 2ാമത്തെ പ്രാവശ്യം നമ്മൾ നന്നായിട്ട് പൊടിച്ച് മിക്സിയിൽ പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ എടുത്ത അതേ കടായി തന്നെ വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ജഗർ പൗഡർ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ജഗറി പൗഡർ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു അരി എടുത്ത പാത്രം ഉണ്ടല്ലോ, മഗ്, അതിൽ 1/4 പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അതിൽ ആ കാണുന്നത് നാളികേരം വറുത്തതിൻ്റെ തരികളാട്ടോ. അത് കുഴപ്പമില്ല. ഈ സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുക്കാം.
നമ്മളെന്തായാലും ബാക്കി വന്ന നാളികേരം ഇതിൽ മിക്സ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ നന്നായി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ആ നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വറുത്ത് വെച്ച നാളികേരം ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് പദം ഒന്ന് പൊങ്ങി വരണ സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ച ആ കൂട്ടുണ്ടല്ലോ, ആ അണ്ടിപ്പരിപ്പിൻ്റെയും അതുപോലെ തന്നെ നാളികേരവും അരിമണിയും ഒക്കെ കൂടി നമ്മൾ മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ശർക്കരപ്പാനി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ആ പൊടിയിൽ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് പാവ് ഒഴിച്ചാലും മതി. ശർക്കര പാവ് ഒഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് പാത്രത്തേക്ക് റെഡിയാക്കിയാലും മതി. പക്ഷേ ഈ സമയത്ത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ആ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ എല്ലാ ഭാഗത്തേക്കും ആവുമല്ലോ. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ലതുപോലെ തിളച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, ഈ സമയത്ത് ഞാൻ ആ തീയൊന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആ കൂട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിന് ഇപ്പോൾ നമുക്ക് ഈ കടായിയുടെ കാത് ഒരു തുണി വെച്ച് പിടിച്ചിട്ട് കൈക്കണ വെച്ച് നമുക്ക് പിടിച്ചിട്ട് എന്ത് ചെയ്യാം, നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ എല്ലാ ഭാഗത്തും ശർക്കരപ്പാവും ആ ഒരു നാളികേരമൊക്കെ എത്തുന്ന രൂപത്തിൽ നന്നായിട്ട് നമുക്കത് ഇളക്കി കൊടുക്കാം. നല്ല ചൂടാണ്. ചൂട് കുറച്ചൊന്ന് മാറിയാൽ അപ്പം മുതൽ നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ട തയ്യാറാക്കാം. കയ്യിൽ വെച്ചിട്ട് നമുക്കത് ഓരോ ഉണ്ടായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ ഉണ്ടാന്ന് തന്നെയല്ലേ പറയാറ്? ഞാനും ഉണ്ടാന്നാണ് പറയാറ്. ഓക്കെ, അപ്പോൾ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇപ്പോൾ കുറച്ചൊന്ന് ചൂട് മാറിയിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കയ്യിലൊന്ന് പിടിച്ച് ഒരു ഉണ്ടയാക്കാന്നുള്ള ഒരു പരുവായ സമയത്ത് നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് പാത്രത്തേക്ക് വെക്കാം. നല്ലോണം തണുപ്പ് ആയിട്ട് ഉണ്ടാക്കിയാൽ അതിൻ്റെ ഒരു സ്ട്രക്ചറും അതിൻ്റെ ഇതൊന്നും ശരിയായി വരില്ല. അപ്പോൾ ഇപ്പം തന്നെ നമ്മളത് ചെയ്താൽ ആ ഉണ്ട കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഓരോന്നായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. തീർച്ചയായും നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ നമ്മൾ സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികളൊക്കെ കഴിക്കാൻ അവർക്ക് ഭയങ്കര ത്രില്ലായിരിക്കും ഇങ്ങനെയുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കിയാൽ. അപ്പോൾ നമ്മുടെ അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു മണമാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും പോവരുത്. അതുപോലെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ഇടുകയും ഷെയർ ചെയ്യുകയും വേണം. ഓക്കെ, ബൈ.